ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് മരണത്തെയും മരണാനന്തര അവസ്ഥയെയും കുറിച്ചുള്ള 7 ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയും ചിന്തിച്ച് ധ്യാനിച്ച് പഠിച്ചു വരികയാണ്. മരണം, മരണാനന്തര അവസ്ഥ. നാം ആ 7 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി നമുക്ക് തിരുവചനത്തിൽ ലഭിച്ചു. ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന്. ഒന്നാമത്തെ ചോദ്യം അത് ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യമാണ്. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ആ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ കടന്നു ചെല്ലുന്നത് എവിടെയെന്ന് നമ്മുടെ കർത്താവ് തന്നെ ഒരു സംഭവ വിവരണത്തിലൂടെ പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി. ഇന്നതിനെക്കുറിച്ച് ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതും ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? വളരെ ഗൗരവമേറിയൊരു ചോദ്യമാണത്. മരിച്ചു, അങ്ങ് തീർന്നു പോവുകയാണോ? ഇനിയും ഒരു ജീവിതമുണ്ടോ? ഇനിയും ജീവിച്ച് എഴുന്നേൽക്കുമോ? മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മലയാള സാഹിത്യത്തിലെ വളരെ ശ്രേഷ്ഠനായ ഒരു കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹം പ്രകൃതിയെ വളരെ മനോഹരമായി, വളരെ ഹൃദയസ്പർശിയായി വർണ്ണിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ മനോഹാരിത അദ്ദേഹം ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടും ആസ്വാദനക്ഷമതയോടും കൂടെ അദ്ദേഹം തൻ്റെ കവിതയിലൂടെ ചൊല്ലിയിട്ടുണ്ട്. ഒരവസരത്തിൽ അദ്ദേഹം പ്രകൃതിയിലെ പ്രഭാതത്തെയും സന്ധ്യാസമയത്തെയും കുറിച്ചെല്ലാം വർണ്ണിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: ഈ സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഈ ആസ്വാദ്യമായ പ്രകൃതി മനോഹാരിത ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് എത്രയെത്ര കാലമായി. ഇപ്പോഴും തീർന്നില്ലല്ലോ. എന്നാൽ ഇതിന് ശേഷം പിന്നെ ഒരു ജീവിതമുണ്ടോ? ജീവിതമാകുന്ന ലഘുകാവ്യത്തിൻ്റെ പകർപ്പവകാശം മരണം കൊണ്ട് തീരുകയാണോ? മരണത്തിനാണോ ആ പകർപ്പവകാശം? മരണം കൊണ്ടെല്ലാം തീരാൻ പോവുകയാണോ എന്ന് വിഷാദലിപ്തമായ, ദുഃഖസങ്കുലമായ ഹൃദയത്തിൽ നിന്ന് ഊറി ഊറി തെളിഞ്ഞു വന്ന കാവ്യശീലുകളാണ് അദ്ദേഹം പാടിയത്. പൂർവതിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും പശ്ചിമമ്പലത്തിലെ പരിനീർ പൂന്തോട്ടങ്ങൾ പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാൺമു. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ. പൂർവതിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും. പ്രഭാതം, സുന്ദരമായ പ്രഭാതം. പൂ ചിരിക്കുകയാണെന്നാണ്. കാരണം പ്രഭാതത്തിൽ വിടരുന്ന പുഷ്പങ്ങളുണ്ടല്ലോ. പുഷ്പം വിടരുന്നത് കിഴക്കേ ആകാശത്തിൽ സിന്ദൂരപൂരം വാരിപ്പൂശിക്കൊണ്ട് വരുന്ന പ്രകൃതിയുടെ പ്രഭാതത്തിൻ്റെ അരുണിമ കണ്ട് സന്തോഷാതിരേകത്തോടെ ചിരിക്കുകയാണ് പൂവ് എന്നാണ് കവി പാടുന്നത്. പൂർവതിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും പശ്ചിമമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാൺമു. സന്ധ്യാസമയത്ത് പടിഞ്ഞാറേ ആകാശം അത് ഇളം ചുവപ്പായി പ്രശോഭിക്കുന്നത് കണ്ടപ്പോൾ പനിനീർത്തോട്ടമാണെന്ന് തോന്നിപ്പോയി. പനിനീർ പൂന്തോട്ടമാണെന്ന് കവിക്ക് തോന്നുകയാണ്. പശ്ചിമമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാൺമു.
ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ഈ സൗന്ദര്യം പ്രഭാതത്തിൻ്റെയും സന്ധ്യാസമയത്തിൻ്റെയും പ്രകൃതി ലാവണ്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് കാലമോ എത്രയായി, തീർന്നിട്ടില്ല. എന്നാൽ ഒരു ദിവസം ഞാൻ കടന്നു പോകുമല്ലോ. ഒരു ദിവസം കടന്നു പോയാൽ പിന്നെ എനിക്കൊരു ജീവിതം ഇല്ലല്ലോ. ഈ സൗന്ദര്യം പിന്നെ എനിക്ക് നുകരാൻ കിട്ടുകയില്ലല്ലോ. എൻ്റെ ജീവിതം അതോടെ തീരുകയല്ലേ. ജീവിത ലഘുകാവ്യത്തിൻ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിലാട്ടെ, ജീവിതമാകുന്ന ലഘുകാവ്യത്തിൻ്റെ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. തന്നെത്താൻ അങ്ങ് ആ മരണത്തിനങ്ങ് വിധേയപ്പെടാൻ തയ്യാറാവുകയാണ് കവി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിഷാദം പുരേണ്ടതാണ് കവിത. സുന്ദരമായ പ്രകൃതിയെ വിട്ട് ഞാൻ പോകേണ്ടി വരുമല്ലോ, എല്ലാം വിട്ട് ഞാൻ പോകേണ്ടി വരുമല്ലോ. വേറൊരവസരത്തിൽ ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തന്നെ പാടി വളരെ ഹൃദയസ്പർശിയായ കവിതയാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളും. അദ്ദേഹം പിന്നൊരു ദിവസത്തിൽ പാടി, കപടം ഈ ലോകം, ക്ഷണികം ഈ ലോകം, കണി കാണാനില്ല പരമാർത്ഥം. കാപട്യം മാത്രം, വളരെ താൽക്കാലികമായ ലോകം. കപടമീ ലോകം, ക്ഷണികമീ ലോകം, കണി കാണാനില്ല പരമാർത്ഥം. ഇവിടെ എന്തിനാണ് അമലസന്ധ്യകൾ, ഇവിടെ എന്തിനി പുലരികൾ, മറിമായം തിങ്ങി നിറയും ഈ മഞ്ഞിൽ മതിയല്ലോ വെറും ഇരുൾ മാത്രം. ഈ ലോകം, ഇവിടെ ഇരുൾ മാത്രം മതിയെന്ന് കവി നിരാശയോടെ പറയുകയാണ്. ഇവിടെ ഇരുട്ടുണ്ടായാൽ പോരെ, മതി, കാരണം മുഴുവൻ കാപട്യം. കപടമീ ലോകം, ക്ഷണികമീ ലോകം, ഈ ലോകം കാപട്യം നിറഞ്ഞതാണ്, ക്ഷണികമാണ്, ഒരു ക്ഷണനേരം കൊണ്ടെല്ലാം തീരും. കണി കാണാനില്ല പരമാർത്ഥം, അല്പം പോലും പരമാർത്ഥം എങ്ങുമില്ല. മുഴുവൻ സൂത്രവും കൗശലവും വഞ്ചനയും, എല്ലാം ഉപായവും തന്ത്രങ്ങളും, എല്ലാം വളഞ്ഞ വഴികളും മാത്രം. കപടമീ ലോകം, ക്ഷണികമീ ലോകം, കണി കാണാനില്ല പരമാർത്ഥം. ഇവിടെ എന്തിനാണ് അമലസന്ധ്യകൾ, ഇവിടെ എന്തിനി പുലരികൾ. എന്തിനാണ് ഇവിടെ സായം സന്ധ്യകൾ, ഇവിടെ എന്തിനാണ് സുന്ദരമായ പ്രഭാതങ്ങൾ, ഇവിടെ എന്തിനാണ് അമലസന്ധ്യകൾ, ഇവിടെ എന്തിനി പുലരികൾ, മറിമായം തിങ്ങി നിറയും ഈ മഞ്ഞിൽ മതിയല്ലോ വെറും ഇരുൾ മാത്രം. മറിമായം തിങ്ങി നിറയുന്ന ഈ മഞ്ഞിൽ ഇരുൾ മാത്രം മതിയെന്ന്, കാരണം എല്ലാം ക്ഷണികമല്ലേ എന്ന്. എത്ര നാളുണ്ട് ഈ ജീവിതമെന്ന്. ഈ കവിതകളിൽ കൂടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ മാത്രം ആശ വച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉൾത്തേങ്ങലുകളാണ് അനുരണനം ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവൈതലിന് ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല. ഒരു ദൈവവൈതലിന് ഇങ്ങനെ നെടുകുർപ്പെടേണ്ട ആവശ്യമില്ല. മരണത്തോടെ എല്ലാം തീരുമെന്നല്ല. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നതിന് വ്യക്തമായ ഉത്തരം തിരുവചനം തരുന്നുണ്ട്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന് അതിൻ്റെ വ്യക്തമായ മറുപടിയാണ് കരുണയുള്ള കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പ്രത്യാശാനിർഭരമായ വാക്കുകൾ, എത്ര ആശാവഹമായ വാക്കുകൾ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മരണത്തിന് ജീവിതത്തിൻ്റെ പകർപ്പവകാശം കൊടുത്തിട്ടില്ലെന്ന് കർത്താവ് പറയുകയാണ്. ജീവിതം മരണം കൊണ്ടങ്ങ് തീരുകയല്ല എന്ന്. ജീവിത ലഘുകാവ്യത്തിൻ്റെ പകർപ്പവകാശം കേവലം മരണത്തിനുള്ളതാണ് എന്ന് ധരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ജീവനുള്ള ക്രിസ്തു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലാസർ മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്തിട്ട് 4 ദിവസമായിരുന്നു. ബേഥാന്യയിലെ ആ ചെറുഭവനത്തിലെ സഹോദരിമാര് ദുഃഖത്തിൽ മുഴുകി വലഞ്ഞു കഴിയുകയായിരുന്നു. സ്വന്തം സഹോദരൻ ആണും തൂണുമായി വീട്ടിലുള്ള ആ ലാസർ മരിച്ചുപോയി. പലപ്പോഴും യേശുക്രിസ്തു വരാറുള്ള ഭവനത്തിൽ അത്യാവശ്യ സമയത്ത് യേശു വന്നില്ല. വിവരം അറിയിച്ചതാണ്, പക്ഷേ യേശു വന്നില്ല. എന്നാൽ 4 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് യേശു വരുന്നു. യേശു വന്നപ്പോൾ മാർത്ത യേശുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഏങ്ങലടിച്ചുകൊണ്ടാണ് മാർത്തി അത് പറയുന്നത്. കർത്താവേ, നീ പലപ്പോഴും വരാറുള്ള വീടല്ലേ,
ഇവിടെ നീ ഇരുന്ന് തിരുവചനം സംസാരിക്കാറുള്ളതല്ലേ? ഞങ്ങൾ നിനക്കും നിന്റെ ശിഷ്യന്മാർക്കും ഭക്ഷണം ഒരുക്കാറുള്ളതല്ലേ? നീ തിരുവചനം സംസാരിക്കുമ്പോഴെല്ലാം വളരെ കൗതുകത്തോടും ആർത്തിയോടും കൂടെ ഞങ്ങളുടെ സഹോദരൻ ലാസറും ചേർന്ന് ഇരിക്കാറുള്ളതല്ലേ? എന്നാൽ അവൻ അസുഖം വന്നപ്പോൾ നീയും തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇങ്ങനെയുള്ള പരിഭവങ്ങളും പരിദേവനങ്ങളും എല്ലാം മാർത്തിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു ആർദ്രതയോടെ മാർത്തയെ നോക്കി. യേശു ആ പാവം മാർത്തയുടെ ദുഃഖം കണ്ടു. അവളുടെ കണ്ണ് ഈർണണിയുന്നത് യേശു കണ്ടു. അവളുടെ ഹൃദയത്തിൽ വീർപ്പ് മുട്ടുന്നത് കർത്താവ് കണ്ടു. നെടുവീർപ്പ് ഉയരുന്നത് കർത്താവ് മനസ്സിലാക്കി. കർത്താവ് പറഞ്ഞു, പേടിക്കണ്ട, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ജീവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ മാർത്തയോട് പറയുകയാണ്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. പുനരുത്ഥാനം. സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു പുനരുദ്ധാനമാണ്. യേശുക്രിസ്തു പുനരുദ്ധാനം നൽകുന്നവനാണ്. കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം വായിച്ചു നോക്കാം. കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രസ്താവിക്കുന്നുണ്ട്. ശരീരം ദ്രവത്വമുള്ള ശരീരമാണ്. പക്ഷേ ഈ ദ്രവത്വമുള്ള ശരീരം മണ്ണോട് മണ്ണ് അലിഞ്ഞ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ദ്രവത്വമില്ലാത്തൊരു ശരീരമായി അദ്രവത്വം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അങ്ങനെയാണ് അപ്പോസ്തലൻ പറയുന്നത്. നാം ഇങ്ങനെ വായിക്കുന്നു, 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12-ാം വാക്യം മുതൽ, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. വീണ്ടും 20-ാം വാക്യം മുതൽ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വീണ്ടും അപ്പോസ്തലൻ വിശദീകരിച്ച് പറയുകയാണ്. വളരെ വിശദീകരണമുണ്ട് ആ അധ്യായത്തിൽ. 1-ാമത്തെ കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, 42-ാം വാക്യം മുതൽ, മരിച്ചവരുടെ പുനരുദ്ധാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. 1-ാം ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. പ്രാണനുള്ള ജീവനുള്ള ദേഹി, പ്രാണനുള്ളൊരു ശരീരമായി തീർന്നു. പ്രാണനുണ്ടായി, ജീവനുണ്ടായി. എന്നാൽ ഒടുക്കത്തെ ആദാം, 2-ാം ആദാം, കർത്താവായ യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. മരിച്ച് മൺമറഞ്ഞു പോയാലും ഉയർത്തെഴുന്നേൽക്കും. സഹോദരങ്ങളെ, മരിച്ചു, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു നാൾ നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും.
ഒരു നാൾ നാം എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. എന്താണ് ഈ പറയുന്നത്? നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. വീണ്ടും ഒന്നുകൂടി കർത്താവ് വ്യക്തമാക്കി പറയുകയാണ്. 28-ഉം 29-ഉം വാക്യങ്ങൾ, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായി പുനരുദ്ധാനം ചെയ്യും. മാത്രമല്ല തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുദ്ധാനം ചെയ്യും. മാനസാന്തരപ്പെട്ടവര് അവര് നിത്യജീവന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും, നിത്യസ്വർഗത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ മാനസാന്തരപ്പെടാത്തവര് നിത്യശിക്ഷാവിധിക്കായി, നിത്യ നരക തീപ്പൊയ്കയ്ക്കായി, നിത്യദണ്ഡനത്തിനായി ഉയർത്തെഴുന്നേൽക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരാൻ പോകുന്നു. ഒരു സമയം വരാൻ പോവുകയാണ്. നന്മ ചെയ്തവർ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടവര്. അത് നാം ലൂക്കോസിന് ശേഷം 16-ാം അധ്യായത്തിൽ ആ സംഭവ വിവരണത്തിൽ നാം വായിച്ചതാണെന്ന് മനസ്സിലാക്കിയതാണ്. മാനസാന്തരപ്പെടാതിരുന്നത് കൊണ്ടാണ് ആ ധനികനായ മനുഷ്യൻ പാതാളത്തിലെ യാതനാസ്ഥലത്തേക്ക് പോയത് എന്ന്. മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് ലാസർ പരിശുദ്ധന്മാരുടെ നിരയിലേക്ക്, പർദീസയിലേക്ക്, അബ്രഹാമിൻ്റെ മടിയിലേക്ക് ഉയർത്തപ്പെട്ടത് എന്ന് നാം അന്ന് ചിന്തിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടവര് അവര് നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കും. മാനസാന്തരപ്പെടാത്തവര് അവര് നിത്യശിക്ഷയ്ക്കായി, ന്യായവിധിക്കായി, മാത്രമല്ല നരക തീപ്പൊയ്കയ്ക്കായി, നിത്യദണ്ഡനത്തിനായി ഉയർത്തെഴുന്നേൽക്കും. കല്ലറകളിലുള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട്, ആരുടെ ശബ്ദം? ക്രിസ്തുവിൻ്റെ ശബ്ദം. കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. സഹോദരങ്ങളെ, ഇന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. ഒരു നാൾ നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. നാം എല്ലാവരും, ആർക്കും മാറ്റമില്ല. എന്നാൽ ഈ ശരീരം തൽക്കാലത്തേക്ക് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് മണ്ണോട് മണ്ണ് അലിഞ്ഞു ചേർന്ന് ഈ പൊടിയിലേക്ക് ചേർന്ന് കഴിഞ്ഞിട്ട് കർത്താവായ യേശു അവൻ്റെ തിരുശബ്ദം കേൾപ്പിക്കുന്ന ഒരു നാളിൽ നന്മ ചെയ്തവര്, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ കടന്നുപോയവര്, അവര് നിത്യജീവന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മഹാസൗഭാഗ്യം നാം പ്രാപിക്കേണ്ടതാണ്. നിത്യജീവന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുക, സ്വർഗീയ മഹത്വത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുക, സ്വർഗീയ സന്തോഷത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുക, പരിശുദ്ധന്മാരുടെ നിരയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് ചെല്ലുക, പരിശുദ്ധന്മാരുടെ ആ സ്വർഗീയ ആവാസസ്ഥാനങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ ദൂതന്മാരും വിശുദ്ധന്മാരും വസിക്കുന്ന സ്വർഗമഹോന്നതങ്ങളിലേക്ക് നാം എല്ലാവരും കടന്നു ചെല്ലാൻ ഇടയാകുക. ഒരു മനുഷ്യൻ നേടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അനേകര് ഇന്ന് മാനസാന്തരപ്പെടാത്തവരായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് അനേകര് ജീവിതത്തിൽ മാറ്റമില്ലാത്തവരായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് പാപത്തെ ഓർത്ത് അനുഭവിക്കുകയോ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയോ ചെയ്യാതെ ഇന്നും പാപത്തിൻ്റെയും പൈശാചികൻ്റെയും ബന്ധനത്തിൽ കഴിയുന്നുണ്ട്. സാത്താൻ്റെ ഊരാക്കുരുക്കളിൽപ്പെട്ട് വലയുന്നുണ്ട്. അനേകരിന്ന് പാപത്തിന് അടിമത്തത്തിൽ കഴിയുകയാണ്. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോയി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, മാനസാന്തരപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ ഭീകരമായി ശിക്ഷാവിധിക്കായി ഉയർത്തെഴുന്നേൽക്കേണ്ടി വരും. അത് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നാം എവിടെ നിൽക്കും? പ്രിയപ്പെട്ടവരെ, നാം അന്ന് ചിന്തിച്ചു, മരിച്ചതിന് ശേഷം മനുഷ്യൻ എവിടെ എന്ന ചോദ്യത്തിൻ്റെ മറുപടി കണ്ടുപിടിക്കാനുള്ള യത്നത്തിൽ, ആ ധ്യാനത്തിൽ നാം ചിന്തിച്ചു, ഈ ഭൂമിയിൽ ഇന്ന് നെല്ലും കളയും ഒരുമിച്ച് വളരുന്നു. നെല്ലും കളയും ഒരുമിച്ച് വളരുന്നു. ഈ ഭൂമിയിൽ ഇന്ന് നെല്ലും പതിരും ഒരുമിച്ച് കളത്തിൽ കിടക്കുന്നു.
എന്നാൽ രണ്ടും രണ്ടായി പിരിയുന്നൊരു സമയം വരും, രണ്ടും രണ്ട് ചേരിയായി തിരിയുന്നൊരു സമയം വരും. ഞാൻ എവിടെ നിൽക്കും? നമ്മുടെ കർത്താവായ യേശു പറഞ്ഞു, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ സ്വീകരിക്കും, മറ്റുള്ള ഉപേക്ഷിക്കും. രണ്ടും രണ്ട് ചേരിയായി തിരിയുന്നു. സ്വീകരിക്കപ്പെടുന്നവരും ഉപേക്ഷിക്കപ്പെടുന്നവരും. രണ്ടുപേർ വയലിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റൊരു ഉപേക്ഷിക്കും. ഒരേ വയലിൽ വേല ചെയ്യുന്നു, പക്ഷേ ഒരു ഭാഗം ആളുകൾ സ്വീകരിക്കപ്പെടുന്നു, മറ്റൊരു ഭാഗം ആളുകൾ ഉപേക്ഷിക്കപ്പെടുന്നു. രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഉറങ്ങുകയായിരിക്കും, പക്ഷേ രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റൊരു ഉപേക്ഷിക്കും. രണ്ടും രണ്ട് ഭാഗമായി പിരിയുന്നു. ഞാൻ എവിടെ നിൽക്കുമെന്ന് നാം ഇന്ന് ചിന്തിക്കണം. എനിക്ക് വാസ്തവമായൊരു മാനസാന്തരമുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചത് എനിക്ക് മാനസാന്തരം നൽകാനാണ്. കർത്താവായ യേശു ക്രൂസിൽ മരിച്ചത് നരകയോഗ്യനായ എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കാനാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂസിൽ മരിച്ചത് മകനെ, നരകത്തിൻ്റെ ഭീകരദണ്ഡനത്തിലേക്ക് പോകുന്നത് നിന്നെ തടഞ്ഞു നിർത്തി സ്വർഗത്തിൻ്റെ അവകാശം തരാനാണ്. കർത്താവായ യേശു ക്രൂസിൽ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് നിന്റെ പാപപൂർണമായ ജീവിതം മാറ്റി നിനക്കൊരു വിശുദ്ധ ജീവിതം തരാനാണ്. ദൈവവേദനയെ നീ വിശ്വസിക്കൂ. മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൽപ്പിച്ചു. ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. മാനസാന്തരപ്പെടുവീൻ, പാപത്തോട് യാത്ര പറയുവീൻ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിപ്പീൻ, സാത്താൻ്റെ കുടുക്കുകളിൽ നിന്ന് മോചനം പ്രാപിപ്പീൻ, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പീൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായൊരു തീരുമാനമെടുക്കൂ. സ്നേഹവാനായ യേശു ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നു നിന്ന് വാത്സല്യവായ്പോടെ നിങ്ങളോട് പറയുകയാണ്, മകനെ, നിന്റെ ബന്ധനങ്ങൾ ഞാൻ അഴിച്ചു തരാം. മകളെ, നിന്റെ പാപത്തിൻ്റെ കുരുക്കുകൾ ഞാൻ അഴിച്ചു മാറ്റാം. നാളെ വരെ വന്നതായ സകല പാപങ്ങളും മാറ്റി എൻ്റെ തിരുരക്തത്താൽ നിന്നെ ഞാൻ കഴുകി വെടിപ്പാക്കാം. യേശു നമുക്ക് വാക്ക് തരികയാണ്. കഴുകി വെടിപ്പാക്കാമെന്ന് പറയുന്നു, നമ്മെ വിശുദ്ധീകരിക്കാമെന്ന് പറയുന്നു, പുതിയ ജീവിതം തരാമെന്ന് പറയുന്നു, പുതിയ സൃഷ്ടിയാക്കി മാറ്റാമെന്ന് പറയുന്നു. ആർക്ക് വേണം ഈ യേശുവിനെ? യേശു നിങ്ങൾ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് യേശു നിൽക്കുന്നുണ്ട്. യേശുവിൻ്റെ തിരുരക്തം പുരണ്ട കരം നിങ്ങളുടെ നേരെ നീട്ടിയിട്ടുണ്ട്. ആ മുറിഞ്ഞ കരം നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട് അവൻ നിങ്ങളുടെ മുമ്പിൽ കെഞ്ചുകയാണ്, മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. കൊടുക്കുകയും നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ സകലവും ഫലമേൽപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക്. ജീവിതം അർത്ഥവത്തായി തീരട്ടെ, ശാപങ്ങൾ മാറട്ടെ, രോഗങ്ങൾ മാറട്ടെ, പാപബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക കുടുക്കുകൾ മാറട്ടെ, ജീവിതം ശോഭനമായി തീരട്ടെ, നല്ല നാളുകൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ, അനുഗ്രഹീതമായ നല്ല ഐശ്വര്യമുള്ള കാലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ, നിങ്ങളുടെ കുടുംബം ഐശ്വര്യത്തിലേക്ക് വരട്ടെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പാവത്തോട് യാത്ര പറയുകയും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പീൻ, പുതിയ ജീവിതം തുടങ്ങുകയും നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, അവിടുന്ന് തന്നതായ ജീവന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിൻ്റെ ഈ മക്കളുടെ മേൽ അവിടുത്തെ കരം വരണമേ, അവിടുന്ന് ആശീർവദിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. പാപത്തോട് യാത്ര പറയുവാനും സത്യമാനസാന്തര ജീവിതം നയിപ്പാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. നിത്യജീവന്റെ ഉറപ്പ് നിന്റെ മക്കൾക്ക് നൽകണമേ. സ്വർഗീയ പൗരത്വത്തിന്റെ അവകാശം നിന്റെ മക്കൾക്ക് നൽകണമേ. പാപബന്ധനങ്ങൾ അഴിക്കണമേ, രോഗബാധകൾ മാറ്റണമേ, പൈശാചിക കെട്ടുകൾ പൊട്ടിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ, ആമീൻ.